പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അല്പസമയം ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവരാ അല്ലേ? അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം പലതരത്തിൽ അതിനെ നേരിടുന്നവരുണ്ട്. ചിലരതിനെ വലിയ കാര്യമാക്കില്ല, പ്രശ്നം ഉണ്ടെന്ന് തന്നെ നടിക്കില്ല. പക്ഷേ കുറച്ച് ദിവസം മുമ്പോട്ട് അങ്ങനെ പ്രശ്നത്തെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പം അതിലും വലിയൊരു പ്രശ്നമായിട്ട് വരാം. ചിലരൊരു പ്രശ്നം വരുമ്പം ഭയങ്കരമായിട്ട് പേടിച്ചു പോകും, അത് സ്ട്രെസ് ആകാറുണ്ട്. പിന്നെ ചിലപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് പോലും മോശമായി പോകാറുണ്ട്. എന്നാൽ ചിലരങ്ങനെയല്ല, വളരെ ധൈര്യത്തോടെ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്, പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ച് ഒക്കെ നേരിടുന്നവരുണ്ട്. സോ പല രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ദൈവവചനത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ നോക്കാൻ പോവുകയാണ്. എങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാമെന്നും വളരെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ചു തരുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു സംഭവം. ഈ സംഭവത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗത്ത് പറയുന്ന സംഭവമാണ്. നമുക്കറിയാം, അത് കാനാവിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കിയ സംഭവം. ഈ സംഭവത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, യേശു ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അടയാളങ്ങളുടെ ആരംഭമായിട്ട് ഏറ്റവും ആദ്യം ചെയ്ത ഒരു അടയാളമാണ് ഇതെന്ന് നമുക്കറിയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-1 മുതൽ 3 വരെ നമുക്ക് വായിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. 3-ാം നാൾ, ഓക്കെ. അപ്പം ഈ 3-ാം നാൾ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് നമുക്ക് കാണാൻ സാധിക്കും. നഥനീയേൽ എന്ന് പറഞ്ഞ വ്യക്തി യേശുവിൻ്റെ ശിഷ്യനായിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അതായത് യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രി തുടങ്ങുന്ന സമയമാണ്. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരൊക്കെ വന്നു. യേശു അവിടെ ആളുകളോട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്ര ആൾക്കാർക്കൊന്നും യേശുവിനെ അറിയില്ല, എന്നാലും യേശു പ്രീച്ച് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ട്. മിനിസ്ട്രി തുടങ്ങിയ സമയം. ഈ സമയത്താണ് ഒരു കല്യാണത്തിന് ക്ഷണം കിട്ടുന്നത്. ഈ കല്യാണത്തിന് യേശുവിൻ്റെ അമ്മയുമുണ്ട്. ഒരു പക്ഷേ അമ്മയുടെ അടുത്ത ഒരു റിലേറ്റീവ് ആയിരിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ഈ കല്യാണത്തിന്. യേശു അവിടെ ഒരു കല്യാണത്തിന് ചെന്നിരിക്കുക. നമ്മുടെ കൾച്ചറിലും വിവാഹങ്ങളും നമ്മൾ വളരെ ആഘോഷമായിട്ട് നടത്താറുണ്ട്. യേശുവിൻ്റെ കാലത്തെ ഏൻഷ്യൻ ജൂയിഷ് സൊസൈറ്റിയിൽ വിവാഹം എന്ന് പറയുന്നത് അവരുടെ ആ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന സംഭവമായിരുന്നു. ഒത്തിരി ആഘോഷം നടക്കുന്ന സംഭവം. എന്നാൽ നമ്മൾക്കിന്ന് കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസത്തിലെ ചില മണിക്കൂറുകൾ മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ, ഇവരുടെ വിവാഹം അന്നെന്ന് പറയുന്നത് അത് വളരെ നീണ്ട സംഭവമാണ്. ചിലപ്പോൾ ദിവസങ്ങൾ, ഒരാഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷനാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അത് വളരെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന, സന്തോഷിക്കുന്ന സമയമാണ്. അവിടെ നല്ല ഭക്ഷണമുണ്ട്, സദ്യയുണ്ട്, പാട്ടുണ്ട്, നൃത്തമുണ്ട്. ഓക്കെ, അങ്ങനെ വളരെ ആഘോഷിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് യഹൂദ സംസ്കാരത്തിൽ. ഓക്കെ, ഞാൻ യഹൂദ സംസ്കാരത്തിലെ യേശുവിൻ്റെ കാലത്തെ ആ വിവാഹത്തെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പരിചയപ്പെടാമേ. ഈ യഹൂദ വിവാഹങ്ങൾ നടക്കുന്നത് അന്നത്തെ കാലത്ത് കേട്ടോ, നടക്കുന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പുരുഷൻ അല്ലെങ്കിൽ ആ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയില്ലേ, വരനോ വരൻ്റെ വീട്ടുകാരോ ആദ്യം ഒരു പെൺകുട്ടിയോട് കല്യാണം കഴിക്കാൻ താല്പര്യം തോന്നുമ്പം പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് ഒരു പ്രപ്പോസലുമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അത് താല്പര്യമാണെങ്കിൽ, അന്നത്തെ രീതിയാട്ടോ, ഫസ്റ്റ് സ്റ്റേജാണ് ഞാൻ ഈ പറയുന്നത്. താല്പര്യമാണെങ്കിൽ അവർ നടത്തുന്ന കാര്യമാണ് വിവാഹ നിശ്ചയം നടത്തും. ഓക്കെ, ഏകദേശം നമ്മുടെ ആയിട്ട് സാമ്യമുണ്ട് അല്ലേ? ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നു, താല്പര്യമാണെങ്കിൽ വിവാഹ നിശ്ചയം നടത്തും. പക്ഷേ നമ്മുടെ വിവാഹ നിശ്ചയങ്ങൾ അഥവാ എൻഗേജ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്ന അവരുടേത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ അത് കുറച്ചും കൂടെ മനസ്സിലാക്കി തരാം. അതിനെ അവർ വിളിച്ചിരുന്ന പേര് കിദ്ദുഷിൻ എന്നാണ്. കിദ്ദുഷിൻ, ഓക്കെ, പറഞ്ഞേ, കിദ്ദുഷിൻ. ഈ കിദ്ദുഷിൻ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ
ആ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അവർ ലീഗലി ഭാര്യയും ഭർത്താവുമായിട്ട് ആണ് പിന്നെ അറിയപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, യോസഫിൻ്റെയും മറിയയുടെയും വിവാഹ നിശ്ചയമായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെണ്ണിൻ്റെ വീട്ടുകാർക്ക്, വധുവിൻ്റെ വീട്ടുകാർക്ക് താല്പര്യം വന്നാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. കെത്തുബ എന്നാണ് പറയുന്നത്. അതിൽ അവർ ഡോക്യുമെൻറ്റിൽ എഴുതി ഉണ്ടാക്കേണ്ടത് എന്താണെന്നറിയാമോ? വരൻ എഴുതി കൊടുക്കുകയാണ് വരൻ്റെ ഓബ്ലിഗേഷൻസ്. ഞാൻ ഈ സ്ത്രീയെ വിവാഹം ചെയ്താൽ, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ, ഞാൻ ഇന്ന കാര്യങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ചെയ്തോളാം. ഞാൻ ഇവളെ നോക്കിക്കോളാം, അവൾക്ക് വേണ്ട ഭക്ഷണം കൊടുത്തോളാം, വസ്ത്രം കൊടുത്തോളാം. അന്നത്തെ കാലഘട്ടം നമുക്കറിയാമല്ലോ, സ്ത്രീകൾ കൂടുതലും വീടിൻ്റെ അകത്താണ്, കൂടുതലും നല്ല അങ്ങനെയാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ വരൻ ഓബ്ലിഗേഷൻസ് എല്ലാം എഴുതി കൊടുക്കും. ഞാൻ ഇവളെ സംരക്ഷിച്ചു കൊള്ളാം, അവൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തുകൊള്ളാം, ഇതെല്ലാം ലീഗലായിട്ട് എഴുതി കൊടുക്കും. പിന്നെ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു വന്നാൽ അവൾക്ക് കൊടുക്കുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ എന്തോരം അവൾക്ക് കൊടുക്കും. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീടൊരു മരണമോ ഒരു വിധവയാകേണ്ട ഒരു അവസ്ഥയോ ഒരു ഡിവോഴ്സോ നടന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് സെക്യൂരിറ്റി ഉണ്ടാകാൻ വേണ്ടി അവരുടെ ഇടയിലുണ്ടായിരുന്ന ലോ അങ്ങനെയായിരുന്നു. ഓക്കെ, അതാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ അങ്ങനത്തെ നിയമങ്ങൾ നമ്മൾ കാണുന്നത്. ഈ കെത്തൂബയിൽ ഈ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള ലീഗൽ ഡോക്യുമെൻ്റ് ആദ്യം എഴുതി ഉണ്ടാക്കും. ഓക്കെ, അത് സമ്മതമാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേജാണ് ഈ വിവാഹ നിശ്ചയം, ബിത്രോത്തൽ, കിദ്ദുഷിൻ എന്ന് പറയും. ഈ കിദ്ദുഷിൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഫങ്ഷനായിട്ടാണ് ഇവർ നടത്തുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു കൂപ്പ എന്ന് പറയും, അതിന് CHUPPA എന്നാണ് സ്പെല്ലിംഗ് എങ്കിലും കൂപ്പ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അവിടെ കണ്ട ഒരു 4 ഇങ്ങനെ കമ്പ് പോലെ പിടിച്ചിട്ട് ഒരു കവറിങ് പോലെ, ഈ കൂപ്പ എന്ന് അതിന് പറയുന്നത്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അത് ഈ കൂപ്പയുടെ അടിയിൽ ഈ വിവാഹ നിശ്ചയം ചെയ്യാൻ പോകുന്ന ചെറുക്കനും പെണ്ണും വരണം. ഓക്കെ, എന്നിട്ട് അതിനു മുമ്പ് ഈ ചെറുക്കനുണ്ടല്ലോ, ആ വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ് മൊഹർ എന്ന് പറയുന്ന ഒരു എമൗണ്ട്, ഒരു എന്താ പറയുന്നത്, വധുവിൻ്റെ പിതാവിന് കൊടുക്കണം. അതായത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മൊഹർ നമ്മളുടെയൊക്കെ നാട്ടിൽ സ്ത്രീധനം വധുവിൻ്റെ വീട്ടിൽ നിന്നല്ലേ കൊടുക്കുന്നത്. ഇവർ മൊഹർ ഇങ്ങോട്ടാണ് തരുന്നത്. വധുവിൻ്റെ പിതാവിന് കൊടുത്തിട്ട് വേണം വധുവിനെ സ്വീകരിക്കാൻ. അതുപോലെ തന്നെ ആ പിതാവും വധുവിൻ്റെ കയ്യിൽ ഒരു എമൗണ്ട് ഡൗറി പോലെ കൊടുക്കും. പക്ഷെ അത് ആ പെൺകുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. വരൻ അത് മാനേജ് ചെയ്യാം, പക്ഷെ അത് പെൺകുട്ടിയുടെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് അവിടുത്തെ കസ്റ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ ആ കുപ്പയുടെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവരെ പിന്നെ ഇവരെ സെറ്റ് അപ്പാർട്ട് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണ് പറയുന്നത്. അവർ ഇനി അവന് അവളും അവൾക്ക് അവനും എന്നുള്ള രീതിയിലാവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു പ്രോമിസ് കൊടുക്കും. അതിനുശേഷം ഇതൊരു കവനൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്, ഒരു ഉടമ്പടിയുടെ തുടക്കമായിട്ടാണ് ഇവരിതിനെ കാണുന്നത്. ഓക്കെ, അതിന് ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിവാഹ നിശ്ചയ ആ ഫംഗ്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വരൻ ആകുന്ന ആ പയ്യൻ പെൺകുട്ടിക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനം, ഒന്നുകിൽ ഒരു മോതിരമോ ഇല്ലെങ്കിൽ ഒരു വലിയ നാണയമോ അങ്ങനെ കൊടുക്കും. ഓക്കെ, അതും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവർ പറയും, ഒരു പ്രോമിസ് പോലെ, ബിഹോൾഡ് യു ആർ കോൺസിക്രേറ്റഡ് ടു മീ, നീ എനിക്ക് വേണ്ടി സെപ്പറേറ്റഡ് ആയിട്ടുള്ള, നീ എനിക്കുള്ളതാണെന്നുള്ളൊരു വാചകം ചൊല്ലിയ ശേഷം, അപ്പോൾ ഒരു കവനൻറ്റിൻ്റെ, ഒരു ഉടമ്പടിയുടെ തുടക്കമായി, നമുക്കറിയാമല്ലോ യഹൂദ സംസ്കാരത്തിൽ അതൊരു ഉടമ്പടിയായിട്ടാണ് വിവാഹത്തെ കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം വിവാഹ നിശ്ചയമാണ് ഈ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സീൽ ചെയ്യാനായിട്ട് ഉടമ്പടി അത് അവർ ഉറപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ്സിൽ വീഞ്ഞെടുത്തിട്ട്, ഓക്കെ നെക്സ്റ്റ് പിക്ചർ ഒന്ന് കാണിക്കാമോ, വീഞ്ഞെടുത്ത് രണ്ടുപേരും ഷെയർ ചെയ്ത് കുടിക്കും. ഞാനിത് എന്തിനാണ് പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയത് ഇത്ര വലിയ പ്രശ്നമായിരുന്നോ, വേറെ എന്തെങ്കിലും കഴിച്ചാൽ പോരെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യഹൂദ സംസ്കാരത്തിലെ വീഞ്ഞിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അവരുടെ ഒരു ഉടമ്പടിയുടെ തുടക്കമായിട്ട് ഫസ്റ്റ് ഷെയർഡായിട്ട് അവർ ചെയ്യുന്നത്, വിവാഹ നിശ്ചയ സമയത്ത് തന്നെ
വീഞ്ഞ് അവർ ഷെയർ ചെയ്ത് കുടിക്കും. ഓക്കെ, വരനാകാൻ പോകുന്ന വ്യക്തി വധുവാകാൻ, അവരെ ഭാര്യയും ഭർത്താവും എന്നാ പിന്നെ പറയുന്നത്. ഇതുപോലെ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞവരായിരുന്നു ആര്? യോസഫും മറിയയും. ഓക്കെ, ഇവരെ ഭാര്യയും ഭർത്താവും എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ അവർ ഒരുമിച്ച് താമസിക്കില്ല. പക്ഷേ അവർക്ക് പിരിയണമെങ്കിൽ ഡിവോഴ്സും വേണം. ഡിവോഴ്സ് ഒഫീഷ്യലി ചെയ്യണമായിരുന്നു, മനസ്സിലാകുന്നുണ്ട്. ലീഗലി അവർ ഭാര്യയും ഭർത്താവുമായിരുന്നു, പക്ഷെ അവർ ഒരുമിച്ച് താമസിക്കില്ല. ഇനി ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവരുടെ വിവാഹ നിശ്ചയം. സോ നമ്മുടെ എൻഗേജ്മെൻറ്റിനേക്കാളൊക്കെ ഒത്തിരി ഡീപ്പറായിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത്, ബിട്രോത്തൽ. ഇനി സെക്കൻഡ് ഇവരുടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഉടനെ തന്നെ അവർ ഒരുമിച്ച് താമസിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു പ്രിപ്പറേഷൻ പീരീഡ് ഉണ്ട്, ഒരു ഒരുക്കത്തിൻ്റെ സമയമുണ്ട് ഇവർക്ക്. അത് യൂഷ്വലി 1 വർഷം മുതൽ 2 വർഷം വരെ വരും. ആ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെൺകുട്ടി തനിക്കുള്ള വിവാഹ വസ്ത്രം, വിവാഹത്തിന് ശേഷം ധരിക്കാനുള്ള ഡ്രസ്സുകൾ, ഈ ഡ്രസ്സുകളെല്ലാം ഉണ്ടാക്കും. ആ സമയത്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചിലതൊക്കെ ഉണ്ടാക്കിയെടുക്കും. പെൺകുട്ടി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങും. എന്നാൽ പുരുഷൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ ഒരു പ്രിപ്പറേഷൻ ടൈമിനുള്ളിൽ ഈ പെൺകുട്ടി വന്നാൽ താമസിക്കാനുള്ള വീടുണ്ടാക്കിയെടുക്കണം. അത് യൂഷ്വലി അവർ ചെയ്തിരുന്നത് അപ്പൻ്റെ വീടിനോട് ചേർന്ന് തന്നെ അടുത്ത ഒരു റൂമോ ഒരു ചെറിയ വീട് പോലെയോ ഇവർ പണിതെടുക്കും. അത് ഈ പ്രിപ്പറേഷൻ ടൈമിൽ ഈ പുരുഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് കഴിഞ്ഞാലേ പെൺകുട്ടിയെ കൊണ്ടുപോവുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞു വരുമ്പം നിങ്ങൾക്ക് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പം യേശു കർത്താവിൻ്റെ സംസാരത്തിലും ടീച്ചിങ്സിലും എല്ലാം ഈ ജൂയിഷ് വെഡ്ഡിങ്ങിൻ്റെ സിമ്പിൾസ് കയറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്ത് പെണ്ണായിട്ടാണ് സഭയെ പറയുന്നത്, അല്ലേ? അതുപോലെ കർത്താവ് വില കൊടുത്തു മേടിച്ചു എന്നാണ് പറയുന്നത് മണവാട്ടിയെ, അല്ലേ? ഈ മൊഹറയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ജൂയിഷ് വെഡ്ഡിങ്ങിൻ്റെ ആ ഓരോ ഇതാണ് നമ്മൾ ആ കാണുന്നത്. ആ കവനൻറ്റിൻ്റെ തുടക്കമായിട്ട് പുതിയ നിയമത്തിൻ്റെ രക്തം, അല്ലേ? അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ ടൈം. യേശു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലേ? സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. ഇത് ഈ ജൂയിഷ് വിവാഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് യേശു അവിടെ ആളുകൾക്ക് പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റേജ്, അപ്പം ആദ്യം എന്താ നടക്കുന്നത്? വിവാഹ നിശ്ചയം. 2, വിവാഹത്തിൻ്റെ ഒരുക്കം, പ്രിപ്പറേഷൻ ടൈം. മൂന്നാമതാണ് വെഡ്ഡിങ് നടക്കുന്നത്. ഓക്കെ, അതപ്പം 1 വർഷമോ ചിലപ്പോൾ 2 വർഷം വരെയോ നീണ്ടുപോകാം. ഓക്കെ, ആ ഒരു സമയത്താണ് വെഡ്ഡിങ് നടക്കുകയുള്ളൂ, വിവാഹം. ഈ വിവാഹം നടക്കുന്നത് യൂഷ്വലി ഈവനിങ് ടൈമിലാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുരുഷൻ വരൻ തൻ്റെ കൂട്ടുകാരോ വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് വലിയ മ്യൂസിക്കും വലിയ ബാൻഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെളിച്ചമൊക്കെ പിടിച്ചുകൊണ്ട് അവരൊരു പ്രൊസഷൻ പോലെ വധുവിൻ്റെ വീട്ടിൽ ചെല്ലും. ഓക്കെ, ഈവനിങ്ങിലാണ് യൂഷ്വലി അത് കൂടുതൽ നടക്കുക. എന്നിട്ട് വധുവിനെ ആ വീട്ടിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരും. ആ പ്രൊസഷനോടെ തന്നെ പാട്ടൊക്കെ ആയിട്ട് വരൻ്റെ വീട്ടിൽ കൊണ്ടുവരും. വരൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ആ വിവാഹ ഫംഗ്ഷൻ. സോ അതിന് മുമ്പ് ഒരു വധുവിനെ ചേർക്കാൻ പോകുന്ന ഒരു കാര്യവും കൂടെ ഉണ്ടല്ലേ? നമ്മുടെ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരും, അല്ലേ? ഓക്കെ, അതിനുശേഷമാണ് ഇവരുടെ വിവാഹ ഫംഗ്ഷൻ. വിവാഹ ഫംഗ്ഷനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ആ വീഞ്ഞിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. വീണ്ടും നിങ്ങൾ കണ്ടോ, ഒരു കൂപ്പയുടെ അടിയിൽ കൂപ്പ, ഓക്കെ, 4 പിടികളുള്ള അതിൻ്റെ അടിയിൽ ഇവർ നിൽക്കും. ഇത് സിംബലൈസ് ചെയ്യുന്ന ഇവർ ഒരു ഭവനമായി എന്ന് കാണിക്കാനായിട്ടാണ്. ഓക്കെ, അവരവിടെ നിന്നിട്ട് അവരുടെ മേൽ 7 ബ്ലെസ്സിങ്സ് എന്ന് പറയും. യഹൂദ അവരുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ മതത്തിൻ്റെ ആൾക്കാർ അത് പ്രൊനൗൺസ് ചെയ്യും. എൽഡേഴ്സ് ആയിട്ടുള്ളവർ അവരെ അനുഗ്രഹിക്കും. എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആ വിവാഹ നിശ്ചയ സമയത്ത് ഒരു കെത്തൂബ എന്ന് പറഞ്ഞൊരു ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയില്ലേ? ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം, ഇന്നത് നിനക്ക് അവകാശപ്പെട്ടതാണ്, ഹസ്ബൻഡിൻ്റെ ഒബ്ലിഗേഷൻസ് എല്ലാം എഴുതിയ ആ കെത്തൂബ ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. ഓക്കെ, അതെന്തിനാണെന്നറിയാമോ? ആ വൈഫ് ജീവിതാവസാനം വരെ അത് വെക്കും. അത് അവൾക്കൊരു പ്രൊട്ടക്ഷനാണ്, സംരക്ഷണമാണ്. എന്നെ വിവാഹം ചെയ്തു, ഇന്ന സംരക്ഷണം എനിക്കുണ്ട്, വിഡോ ആവുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്താൽ അവൾക്ക് യൂസ് ചെയ്യേണ്ട ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഇവർ
അനുഗ്രഹമെല്ലാം എടുത്തതിന് ശേഷം പിന്നീട് അവരൊരു കാര്യവും കൂടെ ചെയ്യുമേ. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നില്ല, ഇതിന് വേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ലാസ്റ്റ് അവർ പിന്നെയും എന്ത് ചെയ്യുന്നറിയാമോ, ഒരു കപ്പിൽ വീഞ്ഞെടുക്കും, എന്നിട്ട് ഈ ഭാര്യയും ഭർത്താവും ഷെയർ ചെയ്ത് കുടിക്കും. ഓക്കെ, ഇതൊരു ഉടമ്പടിയുടെ തുടക്കമായിട്ടും അവരെന്ത് ചെയ്യുമായിരുന്നു, വീഞ്ഞ് ഉപയോഗിക്കുമായിരുന്നു. യഹൂദ വിവാഹത്തിൽ വിവാഹ ഫങ്ഷൻ നടക്കുമ്പോൾ വിവാഹ നിശ്ചയ സമയത്തും കുടിക്കും, പിന്നെ രണ്ടാമത് വിവാഹം നടന്ന് കഴിയുമ്പോഴത്തേക്ക് ഉടമ്പടി ചെയ്തു. ആ സന്തോഷം, അതിൻ്റെ ബ്ലെസ്സിങ്, ഇതിൻ്റെ എല്ലാം അടയാളമായിട്ട് വീണ്ടും അവരൊരു ഷെയർഡായിട്ട് ഈ വൈൻ കുടിക്കും. സോ വീഞ്ഞെന്ന് പറയുന്നത് ആ യഹൂദ സംസ്കാരത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വിവാഹത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ വീഞ്ഞ്. നമ്മൾക്കിന്ന് കാണുന്ന വെൽക്കം ഡ്രിങ്ക് പോലെയൊന്നും അല്ല വീഞ്ഞ്, നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കരുത്. ഓക്കെ, സോ അത് എന്തിൻ്റെയൊക്കെ അടയാളമാ, വിവാഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ, വിവാഹത്തിൻ്റെ ഉടമ്പടിയുടെ, വിവാഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ടാണ് ഇവർ വീഞ്ഞ് കാണുന്നത്. പിന്നെ അടുത്തതാണ് ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ള വെഡിങ് ഫീസ്റ്റ്, സദ്യ. ഓക്കെ, സദ്യയും വിരുന്നും പാട്ട് ഡാൻസ്. സോ അവരുടെ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള സെലിബ്രേഷൻസ് ആണ് ഈ യഹൂദന്മാരുടെ നടക്കുന്നത്. അപ്പം നമ്മൾ കണ്ടു വൈനിന് ഈ വിവാഹ നിശ്ചയ സമയത്തും വിവാഹ ആ ഫങ്ഷൻ്റെ സമയത്തും ഒരു റോളുണ്ട്. മാത്രമല്ല വെഡിങ് ഫീസ്റ്റിൽ, വിവാഹ വിരുന്നിൽ അവർക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് വീഞ്ഞെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സന്തോഷത്തിൻ്റെ അടയാളമാണ്, ഈ ഉടമ്പടിയുടെ അടയാളമാണ്, അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അപ്പം ഈ പ്രിപ്പറേഷൻ ടൈം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഈ വീട്ടുകാരുണ്ടല്ലോ, വിവാഹം നടത്തുന്ന വീട്ടുകാർ വളരെ ശ്രദ്ധയോടെ വീഞ്ഞൊക്കെ കളക്ട് ചെയ്ത് വെക്കും. അത് ഒരു ഉത്തരവാദിത്തമാണ്. വിവാഹം നടക്കുന്ന വീട്ടിൽ വീഞ്ഞ് കരുതി വെക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇനിയും വീഞ്ഞ് അതുപോലെ ഇവരിങ്ങനെ സന്തോഷമായിട്ട് പ്രകടിപ്പിക്കാനും ചെയ്യുന്നതാണെന്ന് പറഞ്ഞല്ലോ. സോ കാനാവിലെ കല്യാണത്തിന് എന്താ സംഭവിച്ചത്, അവിടെ വിരുന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ സെർവ് ചെയ്യുവാണ്. ഓക്കെ, വരനും വധുവൊക്കെ വീഞ്ഞ് കുടിച്ചു. അത് കഴിഞ്ഞ് ആളുകൾക്കൊക്കെ ഇത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു വാക്യം ഇതിൻ്റെ ഇടയ്ക്ക് വായിക്കട്ടെ. സങ്കീർത്തനം 104:15 ഒരു ജൂയിഷ് കൾച്ചർ മനസ്സിലാക്കാനായിട്ട് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാമേ. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവൻ്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ ദൈവം തരുന്നൊരു അനുഗ്രഹമായിട്ടാണ് അവരുണ്ടാക്കിയിരുന്ന നല്ല ക്വാളിറ്റിയുള്ള വീഞ്ഞിനെ അവർ കണ്ടിരുന്നത്. ഓക്കെ, സോ ഈ വെഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗസ്റ്റിനെല്ലാം ഇങ്ങനെ ധാരാളമായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഇരിക്കുമ്പം അവർ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ അമ്മ മറിയ തിരിച്ചറിയുകയാണ്, വീഞ്ഞ് തീർന്നുപോയി. എങ്ങനെയാണ് ഇത് അറിഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ അടുത്ത ഒരു ബന്ധുവായിരിക്കാം. ഓക്കെ, ഇനിയും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുവിൻ്റെ അമ്മ മറിയ ഒരു പ്രശ്നത്തെ കാണുകയാണ് അല്ലേ. അനുദിന ജീവിതത്തിൽ, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ വരുന്ന ഒരു പ്രശ്നത്തെ കാണുകയാണ്. അവിടെ നിന്ന്, ആ മാതാവിൽ നിന്ന്, യേശുവിൻ്റെ അമ്മയായ മറിയയിൽ നിന്ന് നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം അതിനെ നേരിടാൻ ഈ മറിയയുടെ ഉദാഹരണം വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഉദാഹരണമാണ്. യേശുവിൻ്റെ അമ്മ മറിയ എന്താ ചെയ്യുന്നത്, വീഞ്ഞ് തീർന്നു എന്ന് മനസ്സിലായി. നമ്മൾ വായിച്ചത് മറിയ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞത്, അവർക്ക് വീഞ്ഞില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, present our problems before our Lord. Present our problems before our Lord. നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക, കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. യേശുവിൻ്റെ അമ്മ മറിയ തിരിച്ചറിയുകയാണ് അവിടെ വീഞ്ഞ് തീർന്നു പോയെന്ന് മനസ്സിലാക്കുമ്പം
പ്രതികരിക്കാനായിട്ട് പല രീതികളുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയൊക്കെ പ്രതികരിക്കാം? ഒരു പ്രശ്നം ഉണ്ടായപ്പം വേണമെങ്കിൽ അത് അവിടെ തീർന്നുപോയി, അത് നമ്മുടെ വിഷയമല്ലല്ലോ എന്ന് വിട്ട് കളയായിരുന്നു അല്ലേ? ചിലരങ്ങനെ ഇഗ്നോർ ചെയ്യും, മറ്റുള്ളവരുടെ പ്രശ്നമല്ലേ എന്ന് കണ്ട് അത് വിട്ടുകളയും. പക്ഷേ വേറെ ചിലരുണ്ട്, കല്യാണ വീട്ടിലൊക്കെ അത്യാവശ്യം വേണ്ട ഒരു സാധനം തീർന്നു പോയാൽ സാധാരണ ആൻറ്റിമാരൊക്കെ എന്താ ചെയ്യാറ്? പിന്നെ നമുക്ക് സംസാരിക്കാൻ ഒരു വിഷയമാവും അല്ലേ? ജഡ്ജ്മെൻറ്റോടുകൂടി ഇത്ര ശ്രദ്ധയില്ലാതെയാണോ അവർ വിവാഹം പ്ലാൻ ചെയ്തത്? അവരെ വേണമെങ്കിൽ കുറ്റം പറയാം അല്ലേ? വിവാഹം നടത്തിയ വീട്ടുകാരെ കുറ്റം പറയാം. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ഒരു ഫംഗ്ഷൻ നടത്തുമ്പോഴത്തേക്ക് ആ വീട്ടുകാർ എന്തോരം എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അല്ലേ? പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ഈ യേശുവിൻ്റെ അമ്മയുടെ മോഡലൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ചിലയിടത്ത് ചെല്ലുമ്പോൾ ചില കുറവുകളൊക്കെ നമ്മൾ കാണുമ്പോഴും ആ കുറവുകളെ ഹൈലൈറ്റ് ചെയ്ത് പിന്നെ കൂടുതൽ പറയാനൊരു ടെൻഡൻസി ആയിരിക്കാം നമുക്ക് മാനുഷികമായിട്ട് വരുന്നത്. പക്ഷേ യേശുവിൻ്റെ അമ്മ മറിയ ചെയ്തതുപോലെ ആ പ്രശ്നം പരിഹരിക്കാൻ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. അതൊരു നല്ല മാതൃകയായിരിക്കട്ടെ അല്ലേ? അത് എപ്പോഴേ സാധിക്കുള്ളെന്നറിയാമോ? ഒരു കമ്പാഷനേറ്റ് ഹാർട്ട്, ഒരു കനിവുള്ളൊരു ഹൃദയം വേണം. അത് വേറെ വല്ലവരുടെ മോൻ്റെ കാര്യമല്ല അല്ലെങ്കിൽ മോളുടെ കാര്യമല്ല എന്ന് ചിന്തിച്ചാൽ നടക്കില്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ ഒരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരു എമ്പതിയോടെ ചിന്തിച്ചാൽ നമുക്കത് സാധിക്കുന്ന കാര്യമാണ്. ഇനി എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം? ഒന്നാമത്തെ അതിൻ്റെ റീസൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവരാനായിട്ട്. 1 പത്രോസ് 5:7 കർത്താവ് എങ്ങനെയാണ് പറയുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നോക്കുക, നമ്മൾ വിശ്വാസികളാണ്, യേശുവിൻ്റെ ശിഷ്യരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ചിന്തകളുണ്ട്, ആകുലങ്ങളുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങളുണ്ടാകാം, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളുണ്ടാകാം, വീട്ടിലെ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം അല്ലേ? ബന്ധങ്ങളിലെ ചില ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഇതൊക്കെ ചിന്തയും ആകുലവും കൊണ്ടുവരുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം കരുതുന്നവനാ. റീസൺ അതാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിടണം. ബിക്കോസ് ഹി കെയർസ് ഫോർ യു. ദൈവം കരുതുന്നുണ്ട്. നമ്മളുടെ അത് ഇടാനായിട്ടാണ് കർത്താവ് പറയുന്നത്. നമ്മൾ അത് കൊണ്ട് ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയാവോ? നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്ന വ്യക്തിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബട്ട് വി നോ അവർ ഗോഡ് ഈസ് ഏബിൾ. ദൈവം ശക്തനാണ്. നമ്മുടെ ഏത് പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കാൻ അവൻ ശക്തനായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആ പ്രശ്നം ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. ബിക്കോസ് ഹി ഈസ് ഏബിൾ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം സർവശക്തനല്ലേ? ഇനിയും ചില സമയത്തുണ്ടല്ലോ, നമ്മൾ ഈ പ്രശ്നം തന്നെ എടുത്താലുണ്ടല്ലോ, ചില പ്രശ്നങ്ങളുണ്ടല്ലോ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും വലുതായി പോകും. നമുക്കത് പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ഒരു എറിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ലാംഗ്വേജാണ് യൂസ് ചെയ്തേക്കുന്നത്. വിട്ടുകൊടുക്കാതെന്നാണ് പറയുന്നത്. പക്ഷേ അത് നമ്മൾ പഠിക്കണം അല്ലേ? യേശുവിൻ്റെ അമ്മ മറിയ ചെയ്തതുപോലെ ബ്രിങ് യുവർ പ്രോബ്ലംസ് ബിഫോർ അവർ ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങളെ കൊണ്ടുവരണം. കർത്താവിന് സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, don't force our own solutions. Don't force our own solutions. അതായത് ഒരു പ്രശ്നമുണ്ടായി, നമുക്ക് പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ ചില ഐഡിയാസ് വരും. അത് ദൈവത്തോട് നടത്തി തരണമെന്ന് പറഞ്ഞ് ദൈവത്തെ ഫോഴ്സ് ചെയ്യുന്ന പോലെ ചെയ്യാതിരിക്കുക. നമുക്കതൊന്ന് വായിച്ചു നോക്കാവേ. യോഹന്നാൻ 2:4-5 യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഇവിടെ സ്ത്രീയെ ഗൈനായി എന്ന് വിളിക്കുന്നത് മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ബഹുമാനമില്ലാതൊന്നും വിളിക്കുന്നതല്ല. ഗ്രീക്ക് ഭാഷയിലെ ഏറ്റവും ബഹുമാനത്തോടെ വിളിക്കുന്ന പദമാണ് ഗൈനായ് എന്ന് പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല.
നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, യേശുവിൻ്റെ അടുക്കൽ ഒരു പ്രശ്നവുമായിട്ട് വന്നപ്പോൾ ഒരു പരിഹാരം കിട്ടാത്ത പോലെയല്ലേ തോന്നുന്നത്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതിൽ. യേശുവിനോട് എന്തെങ്കിലും ആജ്ഞാപിക്കാൻ ഏറ്റവും റൈറ്റ് ആർക്കാ ഉള്ളത്? യേശുവിനെ പ്രസവിച്ച് വളർത്തിയ അമ്മയ്ക്കാണ്. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ മറിയ അവിടെ വന്നിട്ട്, എൻ്റെ മോനെ യേശുവെ ഇങ്ങോട്ട് വന്നേ, ഇതേ ഞാൻ പറയുന്ന പോലെ ഇന്നതുപോലെ അങ്ങോട്ട് ചെയ്തേ, ഒന്നൊന്നും മാറ്റി വെള്ളം വീഞ്ഞാക്കി, അങ്ങനെയൊന്നും മറിയ അല്ല അതൊന്നും പറയുന്നത്. നമ്മൾ ആ മറിയയിൽ നിന്ന് പഠിക്കേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. യേശുവിൻ്റെ അടുക്കൽ പ്രശ്നം സോൾവ് ചെയ്തു, പ്രശ്നം വന്ന് പ്രസൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ. നമ്മൾ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് പ്രശ്നമുണ്ട്, ഇതുപോലെ ഒന്ന് പരിഹരിച്ചേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ അങ്ങനെയാണ്. കർത്താവേ ഇതുപോലെ അങ്ങ് ഇതുപോലെ ചെയ്തതാ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവജ്ഞാനി, നമ്മൾ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കലാണ് നമ്മുടെ പ്രശ്നവുമായിട്ട് വന്നിരിക്കുന്നത്. സർവജ്ഞാനിയായ ദൈവത്തിന് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഏറ്റവും നന്നായി ചെയ്യാനും അറിയാം. ഈ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ അല്ലേ? പക്ഷെ ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു ടെൻഡൻസി വരും. ഞാൻ അതിന് ഒരു ഉദാഹരണം കാണിച്ചു തരാവേ. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ അടുക്കൽ യേശുവും ശിഷ്യന്മാരുമായിട്ട് നിൽക്കുമ്പം കുറേ അധികം പുരുഷാരം വന്നു. അപ്പോൾ നോക്കുമ്പം 5000-ലേറെ മനുഷ്യരാണ്. അപ്പം ഇവർക്ക് ഭക്ഷിക്കാൻ, യേശുവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നിരിക്കുക, ഇവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അപ്പം യേശു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ കർത്താവായ യേശുവിന് അറിയായിരുന്നു. പക്ഷേ യേശു അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് ഭക്ഷിപ്പാൻ എന്തെങ്കിലും കൊടുപ്പിന്ന്. അപ്പം ശരിക്കും ഈ 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്നതിലും വലിയ പ്രോബ്ലമാണ്. അവരപ്പോൾ ശിഷ്യന്മാർ, പക്ഷെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാ യേശു അത് ചോദിച്ചത്. നമ്മൾക്ക് എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് യേശു പഠിപ്പിക്കുകയായിരുന്നു. ശിഷ്യന്മാരോട് ഇത് പറഞ്ഞപ്പം ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ കർത്താവ് ഇത്രയും മനുഷ്യരോ, 200 പണമുണ്ടെങ്കിലും നമുക്ക് അല്പാൽപ്പം പോലും ആർക്കും കൊടുക്കാനായിട്ട് തികയത്തില്ല. അതായത് അവരുടെ സൊല്യൂഷൻ എടുത്ത് നോക്കുകയാണ്, ഇത് നടക്കത്തില്ല, ആൾക്കാരെ പറഞ്ഞു വിടോ, അതാണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പറയാണ്. മറ്റൊരു ശിഷ്യൻ ആന്ത്രയോസ് പറയുകയാണ്, ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, പക്ഷേ ഇത്രയും പേർക്ക് എന്ത് ചെയ്യാനായിട്ടാണ്? ഇവർ സൊല്യൂഷൻ നോക്കുന്നുണ്ട്, അവരുടേതായ രീതിയിൽ സൊല്യൂഷൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കില്ല. യേശുവെ ആൾക്കാരെ പറഞ്ഞു വിട്ടോ, അതാ നല്ലതെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ സൊല്യൂഷൻസ് യേശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ അടുക്കൽ പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രശ്നങ്ങൾ ഒത്തിരി വലുതാണെന്ന് തോന്നുമ്പോൾ, when the problems feel too big, ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയൊരു പ്രശ്നമല്ലേ? റിമെമ്പർ യു ഹാവ് പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൻ ഓൾമൈറ്റി ഗോഡ്. നമ്മുടെ പ്രശ്നം സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിലാണ് കൊടുത്തിരിക്കുന്ന ബോധ്യം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പം നമ്മളുടെ മനസ്സിൽ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ ശ്രമിച്ചാലും ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാനാണ്? നമ്മൾ പല രീതിയിൽ ഇത് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാവുകയാണ്, എനിക്ക് ചെയ്യാവുന്നതിലും അപ്പുറത്തുള്ളൊരു പ്രശ്നമാണ് ഇതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക, സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. അതാ മറിയം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ വേറൊരു ഉദാഹരണം കാണിക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ തോന്നും. അബ്രഹാമും സാറയും അല്ലേ, അവർക്ക് ദൈവിക വാഗ്ദത്തം കിട്ടിയിട്ടുള്ളതായിരുന്നു, അവർക്കൊരു സന്തതി ഉണ്ടാകുമെന്ന്. ഇവര് വൃദ്ധരായി, വയസ്സായി, ഇനിയും കുഞ്ഞുങ്ങളുണ്ടാകാൻ യാതൊരു സാധ്യതയും മാനുഷികമായിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രോമിസും ഉണ്ട്. അപ്പോഴാണ് സാറയ്ക്കൊരു ബുദ്ധി തോന്നുന്നത്, ഹാഗാറിലൂടെ അബ്രഹാമിനൊരു കുഞ്ഞുണ്ടായാലോ.
നമ്മുടെ സൊല്യൂഷൻസ് ദൈവത്തിൻ്റെ പദ്ധതിയിലോട്ട് ചേർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഫ്ലോപ്പ് ആകത്തേ ഉള്ളൂ അല്ലേ. നമുക്കറിയാം പിന്നീടുണ്ടായ സംഭവങ്ങൾ, ആ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 2 കാര്യങ്ങളാണ് യേശുവിൻ്റെ അമ്മയായ മറിയ പഠിപ്പിക്കുന്നത്. 1, പ്രശ്നങ്ങളെ എവിടെ കൊണ്ടുവരണം? കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. 2, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ദൈവത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. 3ാമത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, ഹാവ് ഫെയ്ത്ത് ദാറ്റ് ഗോഡ് വിൽ സോൾവ് ദ പ്രോബ്ലം അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ ബെസ്റ്റ് വേ. നമുക്ക് വിശ്വാസം വേണം. എന്താണെന്നറിയാമോ? ദൈവം ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ശരിയായ സമയത്ത് ഏറ്റവും ഭംഗിയായ രീതിയിൽ ചെയ്തിരിക്കും എന്നുള്ളൊരു വിശ്വാസം വേണം അല്ലേ. യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്കല്ലാതെ വേറെ ആർക്കാ ഇതിലും വലുതായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരിക്കൽ ഒരു കൊച്ചു പെണ്ണായിരുന്നു അല്ലേ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പെൺകൊച്ചിൻ്റെ അടുക്കൽ ഒരു ദൂതൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, മറിയേ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുമ്പം മറിയ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിനെ എൻ്റെ ഗർഭത്തിൽ വഹിക്കുമെന്ന് ചോദിക്കുമ്പം ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് മറിയയ്ക്കറിയാം. മറിയ ഇതുവരെ യേശു ഒരു അത്ഭുതം ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ മറിയയ്ക്കറിയാം തൻ്റെ ഉദരത്തിൽ താൻ ആരെയാ വഹിച്ചതെന്ന്, താൻ ആരുടെ അടുക്കൽ ആ പ്രശ്നവും കൊണ്ട് വന്നിരിക്കുന്നതെന്നും ഇസ്രായേലിൻ്റെ മാത്രമല്ല സകല ജനത്തിനുമുള്ള പാപത്തിൻ്റെ പരിഹാരമായിട്ടുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ആ നിൽക്കുന്നതെന്നറിയാം അല്ലേ. എല്ലാത്തിനും ശരിയായ ഉത്തരം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിക്കാനാണ് യേശുവിൻ്റെ അമ്മ മറിയ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. ഈ യേശുവിൻ്റെ അമ്മ മറിയ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കഴിഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പെൺകുട്ടി ആ ഒരു സാഹചര്യത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ്, ആക്ച്വലി ഭാര്യയാണ് മറ്റൊരാളുടെ, അവർ ഒരുമിച്ച് താമസിച്ചിട്ടില്ല, ഗർഭിണിയാകുമ്പോൾ അവൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കോൺസിക്വൻസസ് അല്ലേ. ഇത്രയും ഫെയ്ത്ത് ഇല്ലെങ്കിൽ അതെങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ദൈവം മറിയയ്ക്ക് വേണ്ടി ഒരുക്കിയത് ആരെയായിരുന്നു? റൈറ്റ് ടൈമിൽ റൈറ്റ് വേ ബെസ്റ്റ് വേ ചെയ്യാൻ ദൈവത്തിനറിയാം. ദൈവം മറിയയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഭർത്താവ് യോസഫായിരുന്നു. യോസഫിൻ്റെ ഉള്ളിലും ഒരു ശങ്ക വന്നു, ആരും അറിയാതെ ഇവളെ ഉപേക്ഷിക്കാമെന്നോ. മറിയയ്ക്ക് ഒരു ദോഷവും ചെയ്യാൻ യോസഫ് ആഗ്രഹിച്ചില്ല. പക്ഷേ തൻ്റെ കുഞ്ഞല്ല എന്നുള്ള തിരിച്ചറിവ് മറിയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, മറിയയെ നീ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു യോസഫിനെയാണ് ഭർത്താവായിട്ട് ഒരുക്കിയത്. മറിയയ്ക്കറിയാം, മറിയ അത് വിശ്വസിച്ചു. ദൈവത്തിനൊരു പ്രശ്നത്തിന് പരിഹാരം നൽകാൻ അത് റൈറ്റ് ടൈമിലും ബെസ്റ്റ് വേയിലും ചെയ്യാൻ അറിയാം അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ യോസഫിന് ആ ഒരു ഭർത്താവിൻ്റെ ക്വാളിറ്റീസ് നമുക്ക് അത് തന്നെ ചിന്തിക്കാൻ കുറേ ഉണ്ടല്ലേ. മറിയനെ ചേർത്തുകൊണ്ട് ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴൊക്കെ ആ എടുക്കുന്ന സ്ട്രെയിൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്ര കെയറോടുകൂടി മറിയെ നോക്കുന്നത്. ഇനി മറിയ മറ്റൊരു കാര്യം കൂടെ കണ്ടിട്ടുണ്ട്. ഒരു സത്രത്തിൽ പോലും സ്ഥലമില്ലാതെ ഒരു പുൽത്തൊഴുത്തിൽ കുഞ്ഞുമായിട്ട് കിടക്കുമ്പം ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിലുണ്ടായത് പരിശുദ്ധാത്മാവിനാലാണെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആര് വിശ്വസിക്കും അല്ലേ. അതൊരു വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ് മറിയയ്ക്ക്. പക്ഷെ മറിയ കണ്ട ഒരു കാര്യമുണ്ട്, കുറച്ച് ദൂതന്മാർ വരികയാണ് അല്ലേ. ആ രാത്രിയിൽ വന്നിട്ട് യേശു കുഞ്ഞിനെ ആരാധിക്കുന്ന കണ്ടു. ഇതും ദൈവത്തിൻ്റെ പ്രവൃത്തി മറിയ കണ്ടിട്ടുള്ളതാ. കിഴക്ക് നിന്ന് ചില വിദ്വാൻമാർ പൊന്നും മൂരും കുന്തിരിക്കവുമായിട്ട് തൻ്റെ വീട്ടിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ചു വന്നത് മറിയ കണ്ടതാ. അതുകൊണ്ടാണ് മറിയ പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവിൻ. മറിയയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നമ്മളെ നിർത്തുമ്പോൾ നമ്മളത് ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്താൽ അത് റൈറ്റ് ടൈമിൽ ശരിയായ സമയത്ത് അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു അല്ലേ. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെ ഒരുമിച്ചൊന്ന് വായിക്കാവേ. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന
6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്നു പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്നവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മറിയ ആ ജോലിക്കാരോട് പറഞ്ഞ എന്താ? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. യേശുവിൻ്റെ ആ തക്ക സമയമായപ്പം യേശു കർത്താവ് ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവിടെ ഒരു 6 കൽപ്പാത്രം ഇരിപ്പുണ്ട്, ഇതിലങ്ങോട്ട് വെള്ളം നിറപ്പുന്ന. ഈ കൽപ്പാത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ യഹൂദന്മാരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവിറ്റീസ് ആണ് ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശുദ്ധീകരണ നിയമം, കൈ കഴുകുവാൻ, കാല് കഴുകുവാൻ ഒക്കെയുള്ള വെള്ളത്തിന് സൂക്ഷിക്കാനുള്ളതാണ്. ഒരു കൽപ്പാത്രം എന്ന് പറയുന്നത് തന്നെ ഏകദേശം 75 മുതൽ 120 ലിറ്റർ വരെ വെള്ളം കൊള്ളുന്നതാണ് ഒരു കൽപ്പാത്രത്തിൽ. അപ്പോൾ 6 കൽപ്പാത്രം എന്ന് പറഞ്ഞാൽ ഒരു 450 to 700 ലിറ്റേഴ്സ്, 450 മുതൽ 700 ലിറ്റർ വരെ വെള്ളം യേശു കർത്താവ് പറഞ്ഞു നിറയ്ക്കാൻ പറഞ്ഞു. വക്കോളം അവർ നിറച്ചു അല്ലേ. അവർ നിറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുപ്പിൻ. ഈ വിരുന്നുവാഴി ആരാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവിറ്റീസാണ്. ഇന്നൊക്കെ ഇവൻറ്റ് മാനേജേഴ്സൊക്കെ ഉണ്ട് വിവാഹമൊക്കെ നടത്താൻ. എന്ന് പറഞ്ഞതുപോലെ വിരുന്നുവാഴി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ആളല്ല, പക്ഷേ ഈ സദ്യ, വെഡിങ് ഫീസ്റ്റ്, അതായത് ഭക്ഷണം പ്രധാനം വീഞ്ഞാണ്. വീഞ്ഞ്, അതിൻ്റെ സദ്യ, അതുപോലെ പാട്ട്, ഡാൻസ്, ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ഓഫ് സെറിമണിയാണ് വിരുന്നുവാഴി എന്ന് പറഞ്ഞാൽ. വിരുന്നിൻ്റെ മുഴുവൻ ഹെഡായിട്ടുള്ള ചീഫ് വെയിറ്ററാണ് അയാൾ. അയാൾ ആ കുടുംബത്തിലെ ആയിരിക്കണമെന്നില്ല, പക്ഷെ അയാളാണ് ഇതെല്ലാം നോക്കുന്നത്. ഫുഡിൻ്റെ ക്വാളിറ്റി നോക്കും, പ്രധാനമായും വീഞ്ഞിൻ്റെ ക്വാളിറ്റി. ആദ്യം കൊടുക്കേണ്ട വീഞ്ഞേതാ, പിന്നെ കൊടുക്കേണ്ട വീഞ്ഞേതാ, അത് ഞാൻ പറഞ്ഞുതരാമേ. ഓക്കെ, വീഞ്ഞ് അവിടെ ഏറ്റവും പ്രധാനം. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം സാധാരണ വീടുകളിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ആദ്യം നല്ല ക്വാളിറ്റിയുള്ള വീഞ്ഞ് കൊടുക്കും. ഓക്കെ, ആൾക്കാർക്ക് ഒന്ന് തൃപ്തിയായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനം കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? സോ ഫസ്റ്റ് നല്ലത് കൊടുക്കും, ആൾക്കാരൊന്ന് ലഹരി പിടിച്ച ശേഷം ക്വാളിറ്റി കുറഞ്ഞതും കൊടുക്കും. അതായിരുന്നു സാധാരണ വീടുകളിൽ നടന്നുകൊണ്ടിരുന്നത്. വിരുന്നുവാഴിക്ക് കൊടുത്തപ്പം വിരുന്നുവാഴി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വേഗം മണവാളനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്തായി കാണിച്ചത്? നേരത്തെ കൊടുത്തതിനേക്കാൾ എത്രയോ നല്ല വീഞ്ഞായി ഇരിക്കുന്നത്. നിങ്ങൾ എന്തിനാ ആദ്യം ക്വാളിറ്റി കുറഞ്ഞ കൊടുത്തിട്ട് ഇപ്പം ഇത് കൊടുക്കുന്നതെന്നുള്ള ചോദ്യമായി. നോക്കിക്കേ, യേശു കർത്താവ് ഏറ്റവും ബെസ്റ്റ് വേയിൽ റൈറ്റ് ടൈമിൽ ചെയ്യാണ്. വിരുന്നുവാഴി പോലും അതിശയിക്കുന്ന രീതിയിൽ അല്ലേ. ഞാൻ പറയാണ്, ഏറ്റവും നല്ല വീഞ്ഞ് ആ ഗസ്റ്റ് മുഴുവൻ കുടിച്ചു അല്ലേ. അവർ ആ വെഡിങ് ഏറ്റവും ഭംഗിയാക്കി തീർത്തു. ഞാൻ പറയട്ടെ, നമ്മൾ ചിന്തിക്കുന്നതിലും ഒരു വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറയുന്നത് ഷെയിമും ഓണറും ഒക്കെയുള്ള ആ കൾച്ചറിൽ, ഏൻഷ്യൻ ജൂയിഷ് സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വിവാഹം നടന്ന വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് തല പൊക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് നമുക്ക് എന്തോരം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിവാഹ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുന്നത്. ആ സൊസൈറ്റിയിൽ അവർക്ക് വലിയ നാണക്കേടാവും, ഈ വരന് വലിയ നാണക്കേടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടേ, ഒരു കുടുംബത്തിന് ഏറ്റവും നാണക്കേടുണ്ടാക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രശ്നം ദൈവസന്നിധിയിൽ വന്നപ്പം, അന്ന് വീഞ്ഞ് കുടിച്ചിട്ട് പോയവരെല്ലാം പിന്നീട് എത്ര ദിവസം പറഞ്ഞാണ്, അന്ന് ആ വീട്ടിലെ കല്യാണത്തിന് കുടിച്ച വീഞ്ഞല്ലേ. ദൈവം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിലേക്ക് മാറ്റി. പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പം ദൈവം അതിനുള്ള സൊല്യൂഷൻ തരുമ്പോഴത്തേക്ക് ആളുകൾ പറയും, ഹി മേക്സ്
എവ്രിതിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. അവൻ അതിൻ്റെ സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്യുന്നു. നമുക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? അല്ലേ? ഒരു ശിഷ്യന്മാർ വിചാരിച്ചു ഇത്രയും ക്രൗഡിന് കൊടുക്കാൻ പറ്റില്ല, 5 അപ്പവും 2 മീനേ ഉള്ളെന്ന്. പക്ഷെ 5 അപ്പവും 2 മീനും കൊണ്ട് ആ പ്രശ്നം യേശുവിൻ്റെ അടുക്കൽ വന്നപ്പം അവർ വയറ് നിറച്ച് തിന്നുക മാത്രമല്ല 12 കൊട്ട ശേഷിപ്പിച്ചു. അബ്രഹാമും സാറയും വൃദ്ധരായിരുന്നു, ഇനി ഒരു പോസിബിലിറ്റി ഇല്ല. അവരുടേതായ രീതി പരീക്ഷിച്ചു നോക്കി അവർ പരാജയപ്പെട്ടപ്പോഴും ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പം തങ്ങളുടെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ മടിയിലിട്ടിട്ട് അവർ പേരിട്ടു ഇസഹാക്ക്. ഇത് ഞങ്ങളുടെ ചിരി. ഹല്ലേലൂയ. മറിയ നമ്മളെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ നമ്മളിന്ന് ചിന്തിച്ചു. ഞാൻ പറയാണ്, ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിട്ട് മാറട്ടെ. ദൈവമേ, ഒരു പ്രശ്നം വരുമ്പം സാധാരണ പേടിക്കാനും ആൻഷ്യസ് ആകാനും മറ്റുള്ളവരോട് മേലെ അതിൻ്റെ ദേഷ്യം തീർക്കാനൊക്കെ എനിക്ക് ടെൻഡൻസി വരുന്നത്. പക്ഷെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഭയപ്പെടാതെ അത് നിൻ്റെ മേലിൽ ഇടുവാൻ കർത്താവ് പറഞ്ഞതുപോലെ ഭാരം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്ത് കരുതുന്ന കർത്താവിൽ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തേത്, അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ തന്നെ നിന്നോട് പറഞ്ഞ് എൻ്റെ പൊട്ട പ്ലാനുകൾ അതിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ ദൈവത്തിൻ്റെ പ്ലാൻ അതിൽ നടക്കുന്നത് കാത്തിരിക്കുവാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്താ വിശ്വസിക്കേണ്ടത്? കർത്താവ് ഒരു പ്രശ്നത്തിന് പരിഹാരം തരുമ്പം അത് തക്ക സമയത്ത് ഏറ്റവും ബെസ്റ്റ് വേയിൽ ലോർഡ് ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ലോർഡ്, ഹെൽപ്പ് മീ ടു ബ്രിങ് മൈ പ്രോബ്ലംസ് ടു യു, നോട്ട് ഇൻസിസ്റ്റ് ഓൺ മൈ സൊല്യൂഷൻസ്. എൻ്റേതായ രീതിയിൽ തന്നെ പ്രശ്നത്തിന് പരിഹാരം വരണമെന്ന് വാശി പിടിക്കാതിരിക്കാനുള്ള ആ താഴ്മ എൻ്റെ ഹൃദയത്തിന് തരണമെന്ന് പ്രാർത്ഥിക്കാം. ആൻഡ് ഹെൽപ്പ് മീ ടു ഹാവ് ഫെയ്ത്ത് ദാറ്റ് യുവർ സൊല്യൂഷൻസ് കം ഇൻ ദ റൈറ്റ് ടൈം ആൻഡ് ഇൻ ദ ബെസ്റ്റ് വേ. അങ്ങയുടെ സമയത്ത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, ഞാൻ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന ഈ വിഷയത്തിനുള്ള പരിഹാരം ഏറ്റവും ഭംഗിയായി നടക്കുമെന്നും വിശ്വസിക്കാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. God bless you.